പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവെ പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ
അവിടെ ജീവിത ആവശ്യങ്ങൾ, അവിടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ സ്നേഹിപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ത്രെട്ട്, ഭീഷണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ നമ്മുടെ സൽപ്രവൃത്തികളാണ്. ഞാൻ പറയണ ശ്രദ്ധിച്ചേക്കണേ. കാര്യം ലോകത്തിൽ എന്തുമാത്രം സൽപ്രവൃത്തികളാണ് ഈ ഉടമ്പടി എടുത്ത മനുഷ്യർ ചെയ്യുന്നതെന്ന് നമ്മൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. ആതുരാലയങ്ങളിലും, കേരളത്തിലെ എല്ലാ ആതുരാലയങ്ങളിലും, ലോകത്തിലുള്ള മലയാളികൾ അടുത്ത് താമസിക്കുന്ന എല്ലാ ആതുരാലയങ്ങളിലും ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ഉടമ്പടി എടുത്തവർ അവരുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവരും സൽപ്രവൃത്തികൾ ചെയ്യുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാനൊരു കാര്യം പറയുകയാണ്. സൽപ്രവൃത്തികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെയൊക്കെ പ്രാർത്ഥനയിൽ ബാക്ടീരിയ കയറുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ സംഭവിക്കും. കാര്യം സൽപ്രവൃത്തികൾ കളങ്കിത സൽപ്രവൃത്തിയുണ്ട്, നിഷ്കളങ്ക സൽപ്രവൃത്തിയുണ്ട്, രക്ഷാകര സൽപ്രവൃത്തി അഥവാ കൃപാവര പ്രവൃത്തിയുണ്ട്. അവ 3 തരം പ്രവൃത്തികളാണ് സൽപ്രവൃത്തികളുള്ളത്. ഒന്ന് കളങ്കിത സൽപ്രവൃത്തി. അതിന് ബൈബിൾ വളരെ മോശം ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. യെശയ്യാ 64:6 ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. മലിനവസ്ത്രം പോലെയുമാണ്. ഇത് POC ബൈബിളാണ്. അത് ഗ്രീക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന തർജ്ജമയാണ്. ഈ ലാറ്റിൻ മൂലം ഉൾഗാത്തായിൽ നിന്ന് എടുത്ത തർജ്ജമയാണ് നമ്മളുടെ മുത്തേടത്തിൻ്റെ പഴയ ബൈബിള്, മലയാളം ബൈബിള്. മുത്തേടത്തിൻ്റെ ബൈബിളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയാണ്. മുത്തേടത്തിൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അത് ലാറ്റിൻ ട്രാൻസ്ലേഷനാണ് മലയാളത്തിലേക്ക്. അത് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം പോലെയാണ്. അപ്പം ചില സൽപ്രവൃത്തികൾ അങ്ങനെയൊക്കെ സംഭവിക്കും. സംഭവം സൽപ്രവൃത്തിയായിരിക്കും, പക്ഷേ ആ ഉദ്ദേശശുദ്ധിയില്ലേ, അവിടെയാണ് ശുദ്ധ സൽപ്രവൃത്തിയും കളങ്കിത സൽപ്രവൃത്തിയുമായിട്ട് വരുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് സൽപ്രവൃത്തി എന്നാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങളുടെ ചാരിറ്റി ലെവല്, സുവിശേഷ വിഹിതമായ കൈമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടമ്പടിയിൽ. അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദ്ദേശിക്കണത് ഉടമ്പടി സൽപ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആംഡ് ആയിട്ടുള്ള എക്വിപ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആകുക.
കാര്യം ഈ ദൈവമായിട്ട് ഈക്വലായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദൈവം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് സുവിശേഷവിഹിതമായ രീതിയിൽ ഒരു കോമ്പറ്റൻസി രൂപപ്പെടുത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്നതിന് സൽപ്രവൃത്തിയാണ്. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് അത് കളങ്കിത സൽപ്രവൃത്തി എന്ന് വെച്ചാൽ ഉദ്ദേശം ആ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ ഈ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും അനാഥാലയം സന്ദർശിക്കുന്നതും പൊതിച്ചോറ് കൊടുക്കുന്നതും വസ്ത്രം വിതരണം ചെയ്യുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും ഒക്കെ ആ വിഷയം നടക്കാൻ വേണ്ടിയാണെന്നുള്ള ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മലിന വസ്ത്രം പോലെയാകും. ആ മാലിന്യം വരും അതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, വ്യക്തിപരമായ താല്പര്യങ്ങളുടെ മാലിന്യങ്ങളാണ് വരേണ്ടത്. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം അക്സെപ്റ്റബിൾ അല്ല. മലിന വസ്ത്രം ചില സമയത്ത് അങ്ങനെ വന്നാൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ എല്ലാ വസ്ത്രങ്ങളും അലക്കുന്ന ഒരു ഡിറ്റർജൻ്റ് ഉണ്ട്. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബൈബിൾ അവസാനിപ്പിക്കണത്. വെളിപാട് അവസാനിക്കണം അങ്ങനെയാണ്. വെളിപാട് 7:13-14 വെളിപാട് 7:14. അതെ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? വെള്ള അങ്കി, മല്ലമല്ലാത്ത വസ്ത്രം, വെള്ള അങ്കി അണിഞ്ഞ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇവര് എവിടെ നിന്നാണ് ഇവര്? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ. ഞെരുക്കമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതല്ല പ്രശ്നം. ആ ഞെരുക്ക സമയത്ത് കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ, ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചവർ. ഇപ്പം നമ്മുടെ സൽപ്രവൃത്തികളിൽ എങ്ങനെയെങ്കിലും കളങ്കം കയറിയാലും നമ്മൾക്ക് നമ്മുടെ സഹനങ്ങളെ അതിന് പരാതിയും പരിഭവവും ഇല്ലാതെ ക്രിസ്തുവിൻ്റെ സഹനം കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഡിറ്റർജൻറ്റ് ക്ലീൻനെസ് അവിടെ വരും. അപ്പം അത് നല്ലതാണ്. ശരിക്കും ഈ സൽപ്രവൃത്തികളെ ദൈവത്തിന് മുമ്പ് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കണം നമ്മൾ. ഏതാണത്? ക്രിസ്തുവിൻ്റെ രക്തവും കർത്താവിൻ്റെ സഹനമാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സഹനങ്ങളിൽ മറ്റുള്ളവർ ആണ് അതിൻ്റെ കാരണമെങ്കിലും അവിടെ കടുത്തേക്ക് കയറാനും മത്സരം ഉണ്ടാക്കാനും വാഗ്വാദം ഉണ്ടാക്കാനും മത്സരം ജയിക്കാനും, അത് ലോകത്തിലുള്ള ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും ആ രീതി ചെയ്യും. അപ്പം അത് നമുക്ക് സ്വീകാര്യമല്ല. കാര്യം ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കണത്. മർക്കോസ് 8:25. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി. കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. കർത്താവിനെ കാണുന്നതും സൂക്ഷിച്ചു നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറുതെ നോക്കിയാൽ കർത്താവിനെ കാണുന്ന നിർബന്ധമില്ല. നമ്മളിത് സീരിയസ് ആണെന്ന് നോക്കണം. ഒരു സീരിയസ് ലുക്ക്. ഉടമ്പടി നമുക്ക് വെറുതെ ഒരു ഉടമ്പടി എടുക്കാം, പക്ഷെ സൂക്ഷിച്ച് നമുക്ക് ഉടമ്പടി എടുക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ സൂക്ഷിച്ചാണ് ഉടമ്പടി എടുക്കണമെന്ന്. സൂക്ഷിച്ച് ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹത്തിൽ നിങ്ങൾ വളരുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയെ സൂക്ഷിച്ചു നോക്കി കാഴ്ച പ്രാപിച്ചത് മറ്റുള്ളവർക്ക് കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് ജീവന്റെ വചനത്തെക്കുറിച്ച്
സാക്ഷിയാകുവാൻ കർത്താവേ സാക്ഷിയാകാൻ വേണ്ടി അങ്ങയെ സൂക്ഷിച്ചു നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് സാക്ഷികളാകാൻ ഞങ്ങളെ പ്രത്യേക അഭിഷേകം ചെയ്യണമേ. ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടിയില് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ മേൽ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞ് നിന്റെ ഇടപെടലുകള് സുവിശേഷ സാക്ഷ്യമായി ലോകത്തിന് കൈമാറാൻ ആവശ്യമായ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും സാക്ഷിയാകാൻ അതുവഴി അങ്ങയെ ഏറ്റുപറയുവാനും ഞങ്ങളെ വിശേഷത്തിന്റെ ഉപകരണമായി മാറ്റണമേ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളില്ലാത്തവർക്കും കല്യാണം ഒത്തുവരാത്തവർക്കും കല്യാണം ഒത്തത്, കല്യാണം കഴിച്ചവർ തന്നെ പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞാൻ ചിന്തിക്കാതെ ആലോചിക്കാതെ ഇപ്പോൾ ആത്മാവിൽ ഓർത്തിരിക്കാൻ. അപ്പോൾ ആ 3 കാര്യങ്ങൾക്ക് ഇപ്പോൾ സമാധാനം ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും വിശ്വസിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിവാഹം ഒത്തുവരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെ യുവതികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുന്ന അമ്മേ പരിശുദ്ധ അമ്മേ, അവരുടെ മേലെല്ലാം 41 ദിവസത്തിനുള്ളിൽ അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ, ഉടമ്പടിയുടെ സാക്ഷ്യപേടകത്തില് ഞങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ തീരുമാനം ഉണ്ടാകാൻ ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകള് ഇപ്പോൾ അങ്ങനെയുള്ള സങ്കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തില് പിരിഞ്ഞു കഴിയുന്നവരെ, കേസിലായി പോയവരെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളമായി 24 ദിവസത്തിനുള്ളിൽ ഐക്യപ്പെട്ടു വരാൻ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ മക്കളെ കാണുമ്പോഴേ, കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ വേദനിക്കുന്നവരെ നേരിടുന്നവരും ഈ അവസ്ഥയില് പോകാൻ പറ്റാത്തവർക്ക് കുഞ്ഞുങ്ങൾ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ.
പിതാവേ നന്ദി, പിതാവേ ആരാധന. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അകലങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവരെ, നാട്ടിൽ ജോലി തേടുന്നവരെ, സാമ്പത്തിക ബാധ്യതകളിൽ ജീവിക്കാനുള്ള മാർഗം പോലും പണയത്തിലായിരിക്കുന്നവരെ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവർ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകൾ എല്ലാം അമ്മയുടെ സ്നേഹത്തിൽ, ഈശോയുടെ രക്തത്തിൽ കഴുകി മാറ്റിക്കൊണ്ട് എല്ലാം ഞാനൊരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ പോലെ പഴയതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഈ ആരാധന ശക്തിയാൽ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യപ്പെടുവാൻ ദേവതാവേ നന്ദി, ദേവതാവേ മഹത്വം, ദേവതാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. രേഖാപരമായ കാര്യങ്ങൾ, ചില രേഖകൾ കിട്ടുന്നില്ല, ചില രേഖകൾ നമുക്ക് തന്നെ എതിരാണ്, പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നുള്ള കോൺട്രി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, വിരുദ്ധ രേഖകൾ നമുക്കുണ്ടാക്കുന്ന വേദനകൾ, അതിൽപ്പെട്ട് ഉയരുന്ന ജീവിതം മുന്നോട്ട് പോകുന്ന, ഒരടി മുന്നോട്ട് പോകാത്ത, വളർച്ചയില്ലാതെ വളർച്ച മുരടിച്ച കുടുംബങ്ങൾ, ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെ കൈയിരിപ്പ് കാരണവും മറ്റുള്ളവരുടെ പലതരത്തിലുള്ള എതിരായിട്ടുള്ള തീരുമാനങ്ങളും പല ദുഷ്ടതരങ്ങളും കാരണം വളർച്ച മുരടിച്ച കുടുംബങ്ങൾ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ആ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും, എവിടെ പോകും, ആരുടെ പക്കൽ പോകുമെന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകുമെന്നോർത്ത് വിഷമിക്കുന്നവരെ, അതുകൊണ്ട് തന്നെ കർത്താവെ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ്പടിയുടെ യോഗ്യതയാൽ 10,000-കണക്കിന് മനുഷ്യരെ ഉടമ്പടിയെടുത്ത് വിജയിച്ച് ദൈവത്തിൻ്റെ വലിയ സാക്ഷികളായിട്ടുണ്ട്. അവരുടെ ഈടുവെപ്പ് കൊണ്ട് തന്നെ മറ്റുള്ളവരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചെയ്യുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ദേവതാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെക്കുറിച്ച് വേദനിക്കുന്നവര്, മക്കളുടെ തെറ്റായ നടപടികൾ, തെറ്റായ ബന്ധങ്ങൾ, പലപ്പോഴും മനുഷ്യരുടെ തെറ്റായ തീരുമാനങ്ങൾ, ചില നഷ്ടം വരുമെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന കച്ചവടങ്ങൾ, അത് പാഷനായതുകൊണ്ട് ചെയ്ത് നഷ്ടം വരുത്തി കുടുംബം തറവാട് കുളം കോരുന്നവരുണ്ട്.
ചെന്ന് പെട്ടുപോകുന്നവർ പല കാര്യങ്ങളിൽ, ചിലപ്പോൾ കൂട്ടുകച്ചവടമാകാം, പെട്ടുപോകുന്നവരുണ്ട്. എൻ്റെ പങ്കാളിയുടെ കാപട്യം തിരിച്ചറിയുമ്പോൾ നീ വൈകിപ്പോവുകയും നീ നഷ്ടത്തിലാവുകയും ചെയ്യുന്നതുണ്ട്. അങ്ങനെ കാണാത്ത കയറിൽ പലതരത്തിൽ കുരുങ്ങിപ്പോയ മനുഷ്യരെ പരിശുദ്ധമ്മ ദൈവമാതാവേ അവരെല്ലാം ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വൻ കൃപകൾ, യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ കൃപകൾ, ഞങ്ങൾക്ക് വേണ്ടി നേടിയ കർത്താവിൻ്റെ വിലമതിക്കാത്ത കൃപകൾ, വിലമതിക്കാത്ത കാരുണ്യം, അതിൻ്റെ എല്ലാം വെളിച്ചത്തിലും അടിസ്ഥാനത്തിലും ഇതുപോലെ പെട്ടുപോയ മനുഷ്യരെ കർത്താവ് പത്രോസിനെ ആഴക്കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയതുപോലെ നിൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആ മക്കളുടെ കാര്യം കാണിച്ചുകൊണ്ട് അവിടെ പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാദാവരേണമേ സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 21 വർഷം പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ആ ഒരു വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉടമ്പടി നമ്മുടെ ദൈവം നമുക്ക് നൽകിയതും നമ്മൾ ഉടമ്പടി ജീവിക്കുന്നതും. ആരെങ്കിലും തങ്ങളുടെ ഉടമ്പടിയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നീ പഴയ കാലങ്ങളെല്ലാം നിന്നെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് കർത്താവ് ഒരു പുതിയ സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ഉടമ്പടി പുതുക്കുവാനും പുനർജീവിപ്പിക്കുവാനും കർത്താവ് നിന്നെ സഹായിക്കുന്ന വിലപ്പെട്ട ദിവസങ്ങളാണിത്. അടിയന്തര തീരുമാനമെടുത്തുകൊണ്ട് ഉടമ്പടി പുതുക്കി ജീവിക്കാൻ നീ സഹായിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോലിയില്ലാത്തവരും ജോലി അന്വേഷിക്കുന്നവരും, കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് സങ്കടക്കാരുണ്ട്. അവരുടെ വിഷയത്തിൽ കർത്താവ് തീരുമാനമെടുക്കും, അടിയന്തര തീരുമാനമെടുക്കും. നമ്മളെല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാൾക്കെങ്കിലും വീട്ടിൽ ജോലി ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുടെ പേര്. അതുപോലെ ജോലിയില്ലാതെ വേദനിക്കുകയും ഒത്തിരിയേറെ പരിശ്രമിക്കുകയും മടുക്കുകയും ഞാൻ ഇനി ഇല്ല, ഒരിടത്തും പോണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ നിരാശപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് ഉയർത്തുന്നേറ്റ് കർത്താവിൻ്റെ കുട്ടി വലിയ ആശീർവാദം ലഭിച്ചുകൊണ്ട് അവർ ഉണരട്ടെ, അവർ വളരട്ടെ, അവർ അതിജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ ആരാധന 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 ആരാധന. പ്രിയമുള്ളവരെ, ഭവനരഹിതര്, വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ തടഞ്ഞ് എവിടെയൊക്കെ ചെന്നത് പെട്ട് ഉടക്കി നിൽക്കണമാണ്. അവിടേക്കെല്ലാം നിവരുന്നതിന് വേണ്ടി കൃപാസനത്തിനും ഭവന നിർമ്മാണ പദ്ധതികളുണ്ട്. ചെല്ലാനത്തും പള്ളിത്തോട്ടിലും അതുപോലെ തന്നെ കടക്കരപ്പള്ളിയിലുമൊക്കെ ഭവന നിർമ്മാണ പദ്ധതി ഞങ്ങൾ വിഭാവന ചെയ്യാറുണ്ട്. നമുക്ക് സ്ഥലമുണ്ട്, പക്ഷെ അത് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കുറേ തടസ്സങ്ങൾ, നിയമപരമായ
തടസ്സങ്ങളും അല്ലാത്ത തടസ്സങ്ങളുമുണ്ട്. ആ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ തന്നെ പല പദ്ധതികളും വീണുപോയത്, പെട്ടുപോയവർ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ആ മേഖലകളിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു നിമിഷം നമുക്കായിരിക്കാം. അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അന്ധന് കാഴ്ച കിട്ടിയതുപോലെ ഈശോയെ, ആന്തരികമായി വലിയ ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നിന്നെ നോക്കുവാൻ, വചനത്തെ ഉരുക്കുവാൻ, ആത്മാഭിഷേകം പ്രാപിക്കുവാൻ, സാക്ഷികളായി ഉയർത്തപ്പെടുവാൻ ഈശോയെ പ്രത്യേകമായിട്ട് ഈ പ്രത്യക്ഷീകരണ കൃതജ്ഞത ആരാധനാ മണിക്കൂറിൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ക്രിസ്തു സാക്ഷ്യമായി പ്രശോഭിക്കുവാൻ ഈശോയെ, ഞങ്ങളുടെ ഓരോ ജീവിത ദുരന്തങ്ങളെയും ഈ ആരാധനാ മണിക്കൂറിൽ സ്വർഗം സന്തോഷിക്കുന്ന അതേ മഹത്വത്താൽ അടയാളങ്ങളാക്കി ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. കൃപാസന ആൾത്താരയിൽ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനോടായിരുന്നു നന്ദി പറയുന്നു. എൻ്റെ പേര് കൃപ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പേഴുംപാറ കത്തോലിക്ക ദേവാലയത്തിലെ അംഗമാണ്. എനിക്ക് കുറേ നാൾ മുന്നായിട്ട് തന്നെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. 2023 ഡിഗ്രി കഴിഞ്ഞു. ഞാൻ MSc വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പോകാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിയുടെ കുഞ്ഞിനൊരു രോഗസൗഖ്യം കിട്ടിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ആ സാക്ഷ്യം കേട്ടു. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾക്ക് അത്രയും അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, മാതാവേ
എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു, അഡ്മിഷൻ വന്നെടുക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല എങ്ങനെ, ഞാൻ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ഞാൻ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അന്ന് അഡ്മിഷൻ കോളേജിൽ വന്നെടുത്ത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ആ വഴി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അന്ന് തന്നെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അത് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയിരുന്നുകൊണ്ട് ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എങ്കിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആദ്യമായിട്ട് ഈ മണ്ണിലേക്ക് കാല് കുത്തിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്, എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറയേണ്ടതെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എന്നും എനിക്ക് കുർബാനയൊക്കെ കൂടാനായിട്ട് സാധിക്കുമായിരുന്നു. അന്നേരം ഈ പ്രാർത്ഥനകളൊക്കെ എനിക്കമ്മ പറഞ്ഞു തന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 മാർച്ച് 3 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലം ഞാൻ ആദ്യമായിട്ട് വെച്ചൊരു ഒരു പ്രാർത്ഥന നിയോഗം എന്ന് പറയുന്നത്, ഞാൻ MSc പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഞാൻ MSc കെമിസ്ട്രി ആയിരുന്നു. 2025 ഞാൻ പാസ് ഔട്ട് ഇറങ്ങുന്ന ആ ഒരു വർഷം തന്നെ എനിക്ക് ജോലി ലഭിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ നിയോഗം വെച്ചിരുന്നു പറഞ്ഞാൽ, എനിക്ക് എല്ലാ സെമ്മിനും നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട്, അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നൊരു മാർക്ക് എനിക്ക് ലഭിക്കുമായിരുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ച മാതാവ്, എത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചൊരു മാർക്ക് എനിക്ക് ലഭിക്കുന്നില്ല. എനിക്ക് 4th സെമ്മിൽ MScയുടെ 4th സെമ്മിൽ നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാ സെമ്മിലും എനിക്ക് B+ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം എനിക്ക് A ഗ്രേഡോടുകൂടി എനിക്ക് MSc പാസ്സാവാനായിട്ട് സാധിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ ഒരു നിയോഗം എനിക്ക് സാധിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ MSc കഴിഞ്ഞു, ജോലി വേണം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം വെറുതെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഓർത്ത് നോക്കിയപ്പോൾ 5 പേർക്ക് മാത്രമേ ഇൻറ്റേൺഷിപ്പിന് സീറ്റുള്ളൂ. ആ 5 സീറ്റും ഫില്ലായി. ഞാൻ 6ാമത്തെ ആളായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനൊരു വഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അമ്മ ഒരു ജോലി തരാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കിത് കിട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് സെലക്ഷൻ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 5 പേരിൽ ഒരാൾക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നതിനാൽ എനിക്കൂടെ അതിന് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ലിങ്ക്ഡിനിലും ഇൻഡീനിലും അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ റിജക്ഷൻ മെയിലും അല്ലെങ്കിൽ നോ റെസ്പോൺസോ അല്ലാതെ മാത്രം ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞത്, ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ ആറാണ്ടിയിൽ ഒരു വേക്കൻസി ഇങ്ങനെ കണ്ടു MSc കെമിസ്ട്രിക്കാർക്ക്. അപ്പോൾ ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു, റെസ്യൂമെ അയച്ചു കൊടുത്തു. കിട്ടുന്ന പ്രതീക്ഷ കാര്യങ്ങളോ ഒന്നുമില്ല, എന്താണെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാനത് വെറുതെ കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. അറ്റൻഡ് ചെയ്ത് നോക്കി, എന്താവുമെന്നൊന്നും അറിയത്തില്ല, വെറുതെ അറ്റൻഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം, അതിന് മുന്നൊരു ദിവസം ഞാൻ ഡിസംബർ 7-ാം തീയതിക്ക് മുന്നായിട്ട് എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോയ വഴിക്ക് എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു, സെലക്റ്റായി, എനിക്ക് ജോലി കിട്ടി, ഡിസംബർ 17-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഉറപ്പായെന്ന് പറഞ്ഞാൽ ഡിസംബർ 17 ആ 7 മാതാവിൻ്റെ ദിവസമാണ്. അപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. എനിക്ക് അങ്ങനെ മാതാവ് എനിക്ക് ജോലി തന്നു. ഞാൻ ഡിസംബർ 17-ാം തീയതി ചെന്നൈയിൽ പോയി ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ അനലിറ്റിക്കൽ കെമിസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ആഴ്ച പൊങ്കലിൻ്റെ ലീവുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെങ്കിൽ ആ 4 ദിവസം കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇന്നലെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്നും നാളെ 2 ദിവസം അവധി എടുത്താൽ മാത്രമേ എനിക്കൊന്ന് വന്ന് ഇവിടെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് അവധി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവധിക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് അവധി കിട്ടി. അതുകൊണ്ടാണ് എനിക്കിതിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്, ആദ്യമായിട്ട് തിരിച്ചു വരുവാൻ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ട്രെയിൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല, തൽക്കാലം കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സേഫായിട്ട് വരുമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് തരാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിന് വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബസ്സിന് അന്ന് ഞാൻ നോക്കുമ്പം 4000-ന് മേലെയാണ് ബസ്സിൻ്റെ പൈസ, പൊങ്കലിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബസ്സിന് വരണമെങ്കിൽ എനിക്ക് പൈസയും കുറഞ്ഞ് തന്നേ പറ്റത്തുള്ളൂ. മാതാവിനോട് ഞാൻ പറഞ്ഞു.
അപ്പോൾ തൽക്കാലം ട്രെയിൻ കിട്ടാഞ്ഞപ്പോൾ ഞാൻ ബസ് നോക്കിയപ്പം മാതാവ് എനിക്ക് പൈസ കുറച്ച് തന്നു. 2200 രൂപയ്ക്ക് ഞാൻ അവിടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ വന്നത്. ഞാൻ സേഫായിട്ട് വന്നു. എനിക്കിന്നിവിടെ സാക്ഷ്യം പറയാനും സാധിച്ചു. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനോട്. അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 3rd സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും ഒക്കെ പരീക്ഷയുടെ സമയം കറക്റ്റ് ആവുന്ന സമയത്ത് എൻ്റെ നാക്ക് പൊട്ടുമായിരുന്നു. നാക്കിൻ്റെ 2 സൈഡ്, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡ് നാക്ക് പൊട്ടിയിട്ട് എനിക്ക് എഴുതി പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ എനിക്ക് നാക്ക് അനക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. നാക്കിൻ്റെ അങ്ങേയറ്റത്ത് പൊട്ടുമല്ല, ഒരു കുഞ്ഞു കുരു പോലെയാണ്. പക്ഷേ എനിക്കത് ഉമിനീരിറക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ സമയത്തും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ നാക്കിൽ വെച്ചും ഉപ്പുവെള്ളം കൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ എനിക്കത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എനിക്കൊരു പനി വന്നു. 2-3 ആഴ്ചയോളം എനിക്ക് തൊണ്ടവേദന മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 ആഴ്ചയോളം രാവിലെയും വൈകിട്ടും 2 നേരം ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ ഉപ്പിട്ട് ഞാൻ ഉപ്പുവെള്ളം വാങ്ങിക്കൊള്ളുമായിരുന്നു. അങ്ങനെ കൊണ്ടതിന് ഫലമായിട്ട് എനിക്ക് സുഖപ്പെട്ട് കിട്ടി. അതിൽ അനുഭവം എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് തീരുന്നില്ല. ഞാൻ 2 ആഴ്ചയും രാവിലെ വൈകിട്ട് ഞാൻ ആ ഉപ്പിട്ട് നല്ല എമൗണ്ട് നമുക്കറിയാം ഉപ്പുവെള്ളം കൊള്ളണമെങ്കിൽ എന്തോരം എമൗണ്ടിലെടുത്താൽ അതിനൊരു ഇത് ഉള്ളതെന്നറിയാം. അത്രയും എമൗണ്ട് ഞാൻ ഉപ്പെടുത്ത് അത് ഉപയോഗിച്ചിട്ടും ആ ഒരു ഡപ്പയിൽ ഉപ്പ് തീരുന്നില്ലായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അപ്പം അമ്മയുടെ ആയാലും കയ്യിലൊരു ചെറിയൊരു മുഴ പോലെ വന്നപ്പോൾ ഞാനായാലും പ്രാർത്ഥിച്ച് അങ്ങനെ അതൊരു സുഖപ്പെട്ടു. പിന്നെ എൻ്റെ അപ്പൻ്റെ വിരലാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ എന്തോ മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തൈലം തൂത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സുഖപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കത് അയച്ചു തന്നത്. അപ്പോൾ ഞാനും അവളും മാത്രമായിരുന്നു അത് കൊടുത്ത് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ ഞങ്ങൾ സെയിം ഡേ അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടി, അവൾക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൾ അയച്ചു തന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു, അവൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതല്ലേ, അപ്പോൾ അവൾക്കൂടെ എങ്ങനെയും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അവളെ അവിടെ നിന്ന് വിളിച്ചു. അവളും വന്ന് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവൾക്കും ജോലി കിട്ടി. ഇത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് MSc കഴിഞ്ഞ സമയത്തായാലും എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ലെങ്കിലും ശനിയും ഞായറാഴ്ചയും മുടക്കാതെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും വീട്ടിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരും. സ്വയമായിട്ടുള്ള പ്രാർത്ഥനയും ജപമാലയും പിന്നെ സാക്ഷ്യം ചൊവ്വാഴ്ചകളുള്ള ഉടമ്പടി ധ്യാനം പങ്കെടുക്കും. പിന്നെ പത്രം കിട്ടുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടെ കൂടിയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൂടി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു പ്രായമുള്ള അപ്പച്ചന്മാരുടെ ഒരു അഗതി മന്ദിരം ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മ മാതാവിനെ തിരുക്കുമാരനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ഉടമ്പടിയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനങ്ങൾ 32:10 ആണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മുൻപിലും പിൻപിലും വലതും ഇടത്തും ചുറ്റി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കൾക്കും അനുഭവമാകുന്നത്. ഉടമ്പടി ജീവിതം നയിക്കുന്ന ഈ കൊച്ചുമക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കാല് വയ്ക്കുമ്പോഴേ സ്വന്തം അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ആയിരിക്കാം ഇവർക്ക് ആ ഉടമ്പടി ജീവിതത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഈ മകളുടെയും അമ്മയിൽ കൂടിയാണ് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവരെ വലയം ചെയ്യുന്നതായിട്ടാണ് നാം പിന്നീട് കാണുന്നത്. അവർ 18 വയസ്സ് 16 വയസ്സാകുമ്പോഴേ അവരവരുടേതായ രീതിയിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ വീഴുമ്പോൾ ഉയർത്താനും തെറ്റുമ്പോൾ തിരുത്താനും ക്ഷമിക്കാനും ഭയപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കുവാനും പരിശുദ്ധ അമ്മ കൃപാസന അമ്മ അവരുടെ കൂടെയുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുമക്കൾ അവരുടേതായ കൊച്ചു രീതിയിൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയും അമ്മയും അവരെ താങ്ങി നിർത്തി മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
ഇപ്പോൾ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു 16 വയസ്സ് മുതൽ നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കൊച്ചുമക്കളെ നയിക്കാമെന്ന്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള സംരക്ഷണവും അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയിൽ നിന്ന്, അമ്മയിൽ കൂടി അവർക്ക് അതെല്ലാം ലഭിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോയുടെ കാരുണ്യവും സ്നേഹവും സംരക്ഷണവും അവരുടെ കൂടെയാണ്. മകൾ കൃപ സൂസൻ സണ്ണി സംസാരിച്ച് നമ്മളോട് ഷെയർ ചെയ്തതും അങ്ങനെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ്. ഈശോയും അമ്മയും കൂടെയുള്ളൊരു സാക്ഷ്യം. അഡ്മിഷനായിട്ട് ഉടമ്പടി ഇവിടെ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നീട് ഈ മകൾ വന്നത് അഡ്മിഷൻ കിട്ടി, MSc പഠിത്തത്തിനായിട്ടുള്ള ക്ലാസ് തുടങ്ങി. പഠിത്തത്തിലധികം വലിയ റിസൾട്ടല്ലായിരുന്നു, നല്ല റിസൾട്ടല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോയത്. പിന്നെ ഉണ്ടായിരുന്ന റിസൾട്ടെല്ലാം A+ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഡിസംബറിന് മുമ്പ് 7 മുൻപാണ് ഈ മകൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ഇവിടെയാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് ഈ മക്കൾ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾക്കെല്ലാം മനസ്സിലാകുന്നത് അമ്മ കൂടെയുണ്ട്, ഇന്നും ജീവനോടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ വരുന്നതായിട്ടാണ്. ഈ മകൾ 7 മുൻപ് പ്രാർത്ഥിച്ചു. 5-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ മകൾക്കുള്ള സെലക്ഷനായിട്ടുള്ള കോൾ വരുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ വഴികൾ. പിന്നീട് ഈ മകൾ ജോലി കിട്ടി, അനലിറ്റിക്കൽ കെമിസ്റ്റായിട്ട് ചെന്നൈയിൽ ജോലി ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും നേരിട്ട് ഇടപെടുന്ന പോലെയാണ്. 17 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോഴും മകൾ പറഞ്ഞ് 7 ഉണ്ട്, അത് അമ്മയുടെ ദിവസമാണ്, ഇത് അമ്മ തന്ന ജോലിയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു സന്തോഷത്തോടെ. ഇതാണ് ഓരോ ഉടമ്പടി മക്കൾക്കും പറയാനുള്ളത്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീടുള്ള രോഗസൗഖ്യമാണ്. തൊണ്ടവേദന വന്നപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾക്ക് രോഗസൗഖ്യം കിട്ടിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ബുദ്ധിമുട്ടുകളായാലും കഷ്ടതകളായാലും പ്രശ്നങ്ങളുടെ നടുവിലും ഈശോയുടെ അമ്മയുടെ കരങ്ങൾ മുറുക്കെ പിടിച്ച് ഉടമ്പടി ജീവിതം സത്യസന്ധമായി നയിച്ച് നമുക്കും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കലവൂരത്തെ ഈ കൃപാസനം അൾത്താരയിൽ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യം, എൻ്റെ പേര് റീന സന്തോഷ്. ഞാൻ കുറവലങ്ങാടിനടുത്ത്, കോട്ടയം ജില്ലയിൽ കുറവലങ്ങാടിനടുത്ത് വിളയങ്കോട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം എൻ്റെ അമ്മയെന്ന് വെച്ചെന്നാൽ ഭർത്താവിൻ്റെ അമ്മ, അത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. കാരണം എന്തെന്നാൽ എൻ്റെ വീടിൻ്റെ വീട് സ്ഥലവും ചേട്ടൻ ഒരു 16 വർഷം മുന്നേ ലോൺ വെച്ച് 6.5 ലക്ഷം രൂപ എടുത്തായിരുന്നു. അത് ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസം ആറായപ്പോഴത്തേക്ക് 17 ലക്ഷം കഴിഞ്ഞു. അത് ജപ്തി ചെയ്യാനുള്ള വക്കീലെത്തി. ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വേണ്ടി ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് അവർ ഒരാഴ്ചത്തെ അവധി അനുവദിച്ച് അവർ തിരിച്ചു പോയി. അപ്പോൾ അമ്മയോട് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, ഇന്ന പോലെ കലവൂർ കൃപാസനം എന്ന സ്ഥലത്ത് മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് 2025 ഏപ്രിൽ 1-ാം തീയതി ഞാൻ ഇവിടെ ഈ കൃപാസനത്തിൽ വന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, തിരിച്ചു പോയി. അന്ന് ഞാൻ ഒത്തിരി ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എൻ്റെ ജപ്തി ഒഴിവായി, വീട് സ്ഥലവും എനിക്ക് തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് 2025 ജൂലൈ 1-ാം തീയതി വീണ്ടും ഞാൻ വന്നു, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അന്നേരവും ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ്, എൻ്റെ അമ്മ, എൻ്റെ വീട് സ്ഥലവും എനിക്ക് തിരിച്ചു കിട്ടണമേ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇന്നപോലെ ഞങ്ങളുടെ കൊച്ചിച്ചൻ്റെ മോന് ആ സ്ഥലം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് 16 വർഷം വരെ അങ്ങേർക്ക് അങ്ങനെ ഒരു ചിന്ത അങ്ങരുടെ ഉള്ളിലില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. അങ്ങനെ ആ സ്ഥലം കൊച്ചിച്ചൻ്റെ മോൻ വാങ്ങിച്ചു. അപ്പോൾ അത് അങ്ങേർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പുള്ളി തന്നെ പൈസ ഇട്ട്
ആ സ്ഥലം പുള്ളിയുടെ പേരിൽ എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വീടിരിക്കുന്ന സ്ഥലവും 26 സെൻറ്റും പുള്ളിയുടെ പേരിലും എഴുതി കൊടുത്തു. അങ്ങനെ ആ ജപ്തിയിൽ നിന്ന് ഒഴിവാകാൻ മാതാവ് നിറഞ്ഞ മനസ്സോടെ എന്നെ ഒത്തിരി സഹായിച്ചു. അത് കഴിഞ്ഞ് 23 വർഷം മുന്നേ വരെയായിരുന്നു എൻ്റെ വീട് പണിതീരുന്നത്. അന്ന് പണി തീരാത്തൊരു വീടായിരുന്നു അത്. പണി തീർന്നില്ലെന്ന് വെച്ചെന്നാൽ അകത്തു 2 മുറി മാത്രമേ തേച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ തേക്കാതെ വെറും സിമെൻറ്റ് ഇഷ്ടിക കെട്ടി നിലം ചുമ്മാ കിടക്കുന്ന സ്ഥലമായിരുന്നത്. ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനും സഹായിച്ചു. ലാസ്റ്റ് വീടിൻ്റെ തേപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ വീട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പണിത് പൂർത്തീകരിച്ച് തരണം, ആദ്യം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്നു, എൻ്റെ താലിമാല എൻ്റെ കഴുത്തിലുണ്ടല്ലോ, എൻ്റെ മോതിരവും എൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പണയം വെച്ചാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി തീർക്കാമെന്ന്. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി മാല കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ മാലയ്ക്ക് 1 ലക്ഷം രൂപയും കൂടെ 1 ലക്ഷം രൂപ കിട്ടിയായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ എൻ്റെ മോൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി ഞാൻ ആ മാല പണയം വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 1 ലക്ഷം രൂപയും കൂടെ വേണം. അന്നേരം പറഞ്ഞു, വേറെ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എൻ്റെ മോതിരം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അങ്ങനെ 1 ലക്ഷം രൂപ എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടി. അങ്ങനെ എൻ്റെ വീടിൻ്റെ പണി മൊത്തത്തിൽ എല്ലാ രീതിയിലും ആരും കുറ്റം പറയാത്ത രീതിയിൽ ഞാനത് സാധിച്ചു. അതിനു മുന്നേ ഒരു മഴ പെയ്താൽ പാതകത്തിൻ്റെ അടിയിൽ പാത്രങ്ങൾ വെച്ചിട്ട് തുണി കൊണ്ട് ഒപ്പിയായിരുന്നു ഞങ്ങൾ വെള്ളം കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ വീടിന്ന് ആരും എന്നെ കുറ്റം പറയാത്ത രീതിയിൽ നന്നാക്കാൻ സഹായിച്ചു. അതിന് എൻ്റെ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. എന്നുവെച്ചാൽ എല്ലാവരും കളിയാക്കുമായിരുന്നു, നിങ്ങളുടെ വീട് മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നത്, നന്നാക്കാത്ത എന്താന്ന്. പക്ഷെ അത് കേട്ട് ഞാൻ എൻ്റെ അമ്മയോട് ഒത്തിരി എന്നും രാത്രിയെന്നില്ല പകലുന്നില്ല എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എൻ്റെ വീടെന്താ ഇങ്ങനെ, എൻ്റെ വീടിനെ ഒന്ന് സഹായിക്കാൻ വയ്യെന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസം മുന്നേ വരെ എൻ്റെ വീട് ആ വീട് വട്ടത്ത് ഇപ്പോൾ ഏറ്റവും ഒരു മനോഹരമായ വീടാക്കി വയ്ക്കുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എൻ്റെ മോന് പഠിക്കാൻ സഹായിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയോട്. അവനെ പഠിക്കാൻ വിടാനും എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കാലിൽ ഒരു ചെറിയ വ്രണമുണ്ടായിരുന്നു. അത് 3-4 മാസം മുന്നേ വരെയൊക്കെ ഇങ്ങനെ പഴുത്ത് ഡീപ്പായിട്ട് അങ്ങ് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഉപ്പ് ഉപയോഗിച്ച് ഞാനത് കഴുകി തല ഉപയോഗിച്ച് തേച്ചു മരുന്നും കഴിച്ചു. ഇപ്പോൾ ഏകദേശം അത് ഉണങ്ങിയ രീതിയിൽ ആയിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ 4 പേര് കൂടുന്നിടത്ത് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വസ്ത്രങ്ങളും ആഹാരവും പറ്റുന്ന രീതിയിൽ പൈസയും കൊടുത്തു ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിൽ വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി ഉപ്പിട്ടിട്ട് കഴുകി ഉടമ്പടി തൈലം തൂക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഞാൻ ഈ ഉപ്പ് ഉപയോഗിക്കുമ്പോഴും തൈലം ഉപയോഗിക്കുമ്പോഴും ആദ്യം വിശ്വാസ പ്രമാണം ഒരു 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ട് തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്തത്. അങ്ങനെയാണ് എനിക്കിതെല്ലാം മാറിക്കിട്ടിയത്. എന്നെ സഹായിച്ച എൻ്റെ മാതാവിന് എല്ലാ രീതിയിലും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അത് നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണിത്. ദൈവത്തെ സ്നേഹിച്ച് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായാലും കഷ്ടമായാലും നഷ്ടമായാലും എല്ലാം വേദനയായാലും എല്ലാം നന്മയായി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈശോയും അമ്മയെ സ്നേഹിക്കുന്ന ഈ കൊച്ചുമക്കൾ, ഈ പുതിയ മക്കൾ ഈശോയും അമ്മയെ അടുത്തറിഞ്ഞ നാൾ മുതൽ ഈശോയോട് ചേർന്ന് നിന്ന് സ്വന്തം അമ്മയോട് ചോദിക്കുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും അമ്മയോട് പറയുന്നത്. ഈ ആലയത്തിൽ എത്തിച്ചേരുന്ന ഓരോ മക്കളും ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കാം, ഒരുപക്ഷെ മറ്റാരെങ്കിലും പറഞ്ഞതായിരിക്കാം. ഈ മകളുടെ
ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പറഞ്ഞത്, മോളെ വേറെ നിവൃത്തി ഒന്നുമില്ല, എല്ലാം കൈവിട്ട് പോകുന്നു, കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണമെന്ന്. ജപ്തിയുടെ വക്കിലെത്തിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആ സമയത്താണ് ഈ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഈശോയും അമ്മയും ഈ മകളുടെ കൂടെ ചേർന്ന് നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 16 വർഷം വിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം സ്വന്തം കൊച്ചച്ഛൻ്റെ മോൻ തന്നെയാണ് മേടിച്ചത്. ആ മകന് ഒരിക്കലും വിചാരിച്ചില്ല അവൻ മേടിക്കണമെന്ന്. ഉടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം ഇവിടുന്ന് പോകുന്ന അന്ന് ദിവസം തന്നെ ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. ഇതാണ് നമ്മൾ പറയുന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മ. അമ്മയ്ക്കറിയാം നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്ന അമ്മ ഈ മകളുടെ കാര്യം ഏറ്റെടുത്തു. 16 വർഷം നമ്മൾ ശ്രമിച്ചു, നമ്മളുടെ കഴിയുന്നതിൽ പരമാവധി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഒരു കാര്യവും നമ്മൾക്ക് നടക്കാൻ പറ്റാതായപ്പോഴാണ് എല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്തിട്ട് ഈ മകൾ പോയത്. ഉടമ്പടി എടുത്ത് പോയ വഴിക്ക് തന്നെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരെ അനുഗ്രഹിച്ചത്. 16 വർഷം ഒരു ഉടമ്പടിയിൽ കൂടെ ഈ അമ്മ ഈ മകളെ അനുഗ്രഹിച്ചത്. പിന്നീട് 23 വർഷം ഉണ്ടായിരുന്ന പണി തീരാത്ത ഒരു വീട്, അതും ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു വീടിന് വേണ്ടി സ്വപ്നമായിരുന്നു. ഏതൊക്കെയോ എങ്ങനെയൊക്കെയോ പൈസ വന്നു ഓരോ ഭാഗത്തു നിന്നും. അവസാനത്തെ ആ 1 ലക്ഷവും അതും അമ്മ തന്നെ കാണിച്ചു കൊടുത്തു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ കടങ്ങളെല്ലാം വീട്ടി ഈ മകള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയാനായിട്ടാണ് ഈ മകൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈശോയെയും അമ്മയെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും വെറുതെയല്ല, എല്ലാം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി തന്നെയാണ് ഈശോയും അമ്മയും ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളുടെയും തകർച്ചയുടെയും നിമിഷങ്ങളിൽ പ്രതീക്ഷ കൈവിടാതെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ച് നമുക്ക് ഉടമ്പടി ജീവിതത്തിലെ എല്ലാ നിബന്ധനകളും പാലിച്ച് അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്ന പോലെ ചെയ്യുക. ഈശോ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യവും നമ്മുടെ സുവിശേഷത്തിനനുസൃതമായി ഒരു നല്ല ജീവിതം നയിച്ച് മറ്റുള്ളവരെ സഹായിച്ച് ഉടമ്പടി ജീവിതം ചൊല്ലുന്നതല്ല ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാം. റീന സന്തോഷിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, ഈ വലിയ അനുഗ്രഹമായ ഭവനവും ജപ്തി ക്യാൻസലായതും രോഗസൗഖ്യത്തിനും എല്ലാത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രീഷ്മ. എൻ്റെ മക്കളാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 5/11/2022 ഉടമ്പടി എടുത്തത്. ആദ്യമായി മാതാവിൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ സർവേയും ബ്യൂട്ടീഷ്യനുമാണ് പഠിച്ചേക്കണേ, ഇതിൽ ഏത് തന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം എന്നാണ് മാതാവിനോട് പറഞ്ഞത്. ബ്യൂട്ടീഷ്യനാണ് തരുന്നതെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സ്വന്തമായി തുടങ്ങാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അത് 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്വന്തമായി എനിക്ക് തന്നു. കട തുടങ്ങാനായിട്ട് 7 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസയായി. ചോദിച്ച എല്ലാവരും എനിക്ക് ചോദിച്ച പൈസ അല്ലെങ്കിൽ കൂടുതലാണ് എനിക്ക് തന്നത്. 1 വർഷത്തിനുള്ളിൽ മാതാവ് എനിക്ക് 5 ലക്ഷം രൂപ കടം വീട്ടി തന്നു. ഒരു പാർലർ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം പിടിക്കും നമുക്കൊന്ന് വർക്ക് കിട്ടാനായിട്ട്. ആദ്യത്തെ മാസം തന്നെ എനിക്ക് 75,000 രൂപയുടെ വർക്കാണ് മാതാവ് എനിക്ക് തന്നത്. ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞില്ല. പക്ഷെ 6 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ഒരു സ്കൂട്ടി തന്നു. ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ആ വണ്ടി ഇട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോവുള്ളൂ. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ കൊന്ത ആ വണ്ടിയിലിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണേ. മാതാവ് പറയും, നീ എന്തിനാ പേടിക്കണേ, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ട് ഓടിച്ചോ. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ രാത്രിയില്ല പകലില്ല എന്ന എപ്പോഴും വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ മാതാവിൻ്റെ ഒറ്റ ധൈര്യമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്.
അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകള് സ്കൂളിലൊന്ന് നെറ്റിയിടിച്ച് വീണു. നെറ്റി പൊട്ടിയിട്ട് ഒന്നുമില്ല, പക്ഷേ അവിടെ ഇടിച്ച സ്ഥലത്ത് രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചു, അവർക്കൊന്നും മനസ്സിലാവണില്ല. അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. മാതാവിൻ്റെ തൈലം തേച്ചതോടെ ബ്ലഡ് വരവ് നിന്നു. പിന്നെ അത് വെള്ളം നമ്മൾ മുഖം കഴുകണ പോലെ തലേന്ന് വെള്ളം ഒഴുകുകയാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്, അത് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഡോക്ടർമാർ എന്നെ ചീത്ത പറഞ്ഞു, നീ കൊച്ചിനെ നോക്കാത്ത കാരണമാണ്, നീ കൊച്ചിന് അങ്ങനെ മുഖം കഴുകിയിട്ടാണ് നിന്നെ പറ്റിക്കണേന്ന് പറഞ്ഞു. ആദ്യം സത്യമായിട്ട് ഞാനും അങ്ങനെ വിചാരിച്ചേ. എൻ്റെ മുമ്പിലിരുത്തിയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓരോ തുള്ളി തലയുടെ അവിടെ നിന്ന് ഒഴുകും. മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേച്ചതോടെ വെള്ളം വരവും ബ്ലഡ് വരവും നിന്നു. അതുപോലെ എനിക്ക് എന്നും അലർജി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ തുമ്മലായിരിക്കും. മാതാവിൻ്റെ തൈലം തേച്ചു, അതും മാറി. ഇത്രയും സൗഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന, ഇപ്പോൾ എനിക്ക് 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ 100 രൂപ ഞാൻ മാറ്റി വയ്ക്കുന്നത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു ആർക്കെങ്കിലും ഒരു സഹായത്തിന്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റി വയ്ക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുത്തു. ആ പൈസ ഞാൻ ഒന്നിനെടുക്കില്ല, അതിന് വേണ്ടി മാത്രം ഞാൻ അത് മാറ്റി വെച്ചേക്കാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇതുപോലെ പിരിവുണ്ട്. പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഭക്ഷണത്തിനായാലും ഡ്രസ്സിനായാലും ഒക്കെ പള്ളിയിൽ നിന്ന് പിരിവിടും. അതിനകത്തൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ മക്കളുടെ നെറ്റിത്ത് തൈലം പൂശിയിട്ടാണ് ഞാൻ സ്കൂളിൽ വിടുക. അതുപോലെ കൊന്ത രാവിലെ 3 മണിക്ക് ചൊല്ലും. 3 മണിക്ക് എന്ന് ഞാൻ ചൊല്ലണോ അന്നൊക്കെ എനിക്ക് 10,000 രൂപയുടെ വർക്ക് എനിക്ക് കിട്ടും. സത്യമായിട്ട് ഞാൻ പറയണേ, എന്ന് ചൊല്ലാണ്ടിരിക്കണോ അന്ന് എനിക്ക് വർക്ക് കിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വിശ്വാസമായിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ 3 മണിയുടെ കൊന്ത ഒരു എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. 3 മണിയുടെ കൊന്ത ഞാൻ ചൊല്ലും, നല്ല വർക്ക് കിട്ടും. അത് 2 നേരം, രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയും എൻ്റെ മാതാവ് തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഗ്രീഷ്മ വർഗീസ് എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെറിറ്റ് മകൾ അവസാനം പറഞ്ഞു വെച്ച ഒരു വാചകമാണ്. 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ 100 രൂപ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൃത്യമായി മാറ്റിവെച്ചിരിക്കും. ഉടമ്പടിയുടെ ആത്മാവ് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത വേലയുമാണെന്ന് നമുക്കറിയാം. നമ്മൾ ഉടമ്പടിയിലേക്ക് ഓടി വരുന്നത് ഏതെങ്കിലും ജീവിതകാര്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നും സത്യമാണ്. പക്ഷേ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പതിയെ മനസ്സിലാക്കി തുടങ്ങും, ഉടമ്പടി കാര്യസാധ്യത്തിന് വേണ്ടി ഓടിയെത്തി തുടങ്ങേണ്ട ഒരു കാര്യമല്ല, ജീവിതത്തെ തന്നെ കാര്യമായി എടുത്ത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ട പദ്ധതിയാണെന്ന്. ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നത്. അത് എങ്ങനെ ജീവിക്കണം എന്ന കാഴ്ചപ്പാട്, എന്ത് നമ്മുടെ കരങ്ങളിൽ ലഭിക്കുമ്പോഴും ഇത് ആര് നമുക്ക് നൽകുന്നു എന്നൊരു കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതം കൊണ്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരുടെ കണ്ണീരിനും സങ്കടത്തിനും ദാരിദ്ര്യത്തിനും എനിക്ക് കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്, എനിക്കുള്ളത് കൂടി പങ്കുവെക്കുമ്പോൾ അതിനെ തുടച്ചു മാറ്റുവാനും സന്തോഷം പകരുവാനും സാധിക്കും എന്നൊരു കാഴ്ചപ്പാട്, അത് ഉടമ്പടി നമ്മുടെ ജീവിതമായി തീരുമ്പോൾ നമുക്ക് അമ്മ മാതാവും ഈശോയും പകർന്നു തരുന്ന ബോധ്യങ്ങളാണ്. ശരിക്കും ആ ബോധ്യം ലഭിച്ച മകളുടെ സാക്ഷ്യമാണ് ഇതിൻ്റെ പ്രത്യേകത. അവൾ പറഞ്ഞ ബ്യൂട്ടി പാർലർ തുടങ്ങുവാനോ 1 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടി കടബാധ്യതകൾ തീർക്കുവാനോ, കുഞ്ഞിനുണ്ടായ ആ അപകടത്തിൽ ആ ഉടമ്പടി തൈലം പൂശി രോഗസൗഖ്യം ലഭിച്ചതോ, അതൊന്നുമല്ല ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അതൊക്കെ ഉടമ്പടി ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ തരത്തിൽ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നത്
നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ സാക്ഷ്യപത്രത്തിൽ എഴുതി വെച്ച വാചകമാണത്. എനിക്ക് 1000 രൂപയുടെ വരുമാനമുണ്ടായാൽ 100 രൂപ ഞാൻ കൃത്യമായത് മാറ്റിവെച്ചിരിക്കും. ഞാൻ കാതോർത്തിരുന്നത് ഈ വാചകം ഈ മകൾ പറയുന്നുണ്ടോ, എങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അവളത് പറഞ്ഞു വയ്ക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ഇതിങ്ങനെ സുരുക്കുട്ടി വയ്ക്കും. പള്ളിയിൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കും. പലരുടെ ജീവിതത്തെയും എൻ്റെ എളിയ ജീവിതം കൊണ്ട് സഹായിക്കുവാൻ എൻ്റെ അമ്മ ഈ ഉടമ്പടിക്കാലത്ത് എന്നെ സഹായിച്ചുവെന്ന മറ്റൊന്നുകൂടി മകളുടെ വിശ്വാസബോധ്യം പങ്കുവച്ചു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഞാൻ ജപമാല ചൊല്ലിയാൽ ആ ദിവസം എനിക്ക് 20,000 രൂപയുടെ വർക്കുണ്ടാവും. അത് ഞാനിങ്ങനെ എൻ്റെ അലസത കൊണ്ടോ ക്ഷീണം കൊണ്ടോ വേണ്ടെന്ന് വെച്ചാൽ എനിക്കതിന് ആ വർക്കിലത് സാരമായ കുറവുമുണ്ടാകും. അത് മകളുടെ ഒരു വിശ്വാസബോധ്യമാണ്. ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെയും തൊഴിലിനെയും ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ ഓരോ നിമിഷവും എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കും. കാരണം 100 രൂപ വീതം മാറ്റുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങളെ നിങ്ങളൊന്ന് ഓർത്താൽ മതി. നമ്മുടെ കുടുംബത്തിൽ 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വരുമാനം വരുന്നുണ്ട്. നമുക്ക് സാധിക്കുമോ ദശാംശം മാറ്റുവാനായിട്ട്? കിട്ടുന്ന വരുമാനം മുഴുവനും ഓരോ മാസവും എണ്ണിത്തിട്ടപ്പെടുത്തി ഇതിൻ്റെ ദിശാംശം, ഇത് ദൈവവേലയ്ക്ക്, ദൈവനാമ മഹത്വത്തിന്, കണ്ണീരൊപ്പുന്നതിന് ഞാൻ നീക്കിവെക്കുന്നുവെന്ന് പറയുവാൻ ചങ്കുറപ്പുള്ളപ്പോൾ ആ വിശ്വാസത്തിനും ആ ആത്മീയതയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്, ഇരുത്തമുണ്ട്. ദൈവസന്നിധിയിൽ പ്രത്യേകമായ മെറിറ്റുമുണ്ട്. അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി കൊടുക്കുവാനുള്ള മനസ്സ് വലുതാക്കിയെടുക്കുവാൻ ശ്രദ്ധിക്കണം. നാം വരുന്നതൊക്കെയും നേടുവാൻ വേണ്ടിയാണ്. അമ്മയുടെ അരികിൽ വരുന്നതൊക്കെയും ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നേടുവാൻ വേണ്ടിയാണ്. പക്ഷേ അമ്മയെ കണ്ടു മടങ്ങുമ്പോൾ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടത് കൊടുക്കുവാൻ, കൈതുറക്കുവാൻ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും, അതെൻ്റെ ജീവിത ശൈലിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. നമുക്ക് ഓർമ്മയുണ്ടാവണം, എന്ത് കൊടുത്താലും ജീവിതത്തിൽ അതൊരിക്കലും കുറഞ്ഞു പോവില്ല. മകൾ കൊടുത്ത് ശീലിക്കുന്ന മകളാണ്. അവൾ ഒരിക്കലും അവൾക്ക് കുറവുകളെക്കുറിച്ച് അവൾക്ക് തോന്നലുകൾ ഉണ്ടാവുന്നില്ല. അവൾ എന്താ പറഞ്ഞേ? 1 വർഷത്തിനുള്ളിൽ 5 ലക്ഷം രൂപയുടെ കടം വീട്ടുവാൻ എനിക്ക് സാധിച്ചു. അത് ദൈവം അനുവദിച്ച് എൻ്റെ വരുമാനത്തെ, എൻ്റെ കുടുംബത്തെ, അതിൻ്റെ എല്ലാ ചിലവുകളെയും നന്നായി നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ കൊടുക്കുന്നതിന് യാതൊരു കുറവുമില്ലാതെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ കൂടി സംരക്ഷിക്കുന്നുവെന്നതിൻ്റെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തി ഒരു പൊതിച്ചോറിലോ ആർക്കെങ്കിലും 50 രൂപ കൊടുത്തോ ഒതുക്കരുത്. നമ്മുടെ ജീവിതത്തെയും വരുമാനത്തെയും പൊള്ളിച്ചുകൊണ്ട് അതിനെ ബാധിക്കുന്ന വിധത്തിൽ നാം ഒരു ദാനധർമ്മത്തിലേക്ക്, കാരുണ്യ പ്രവൃത്തിയിലേക്ക് ജീവിതത്തെ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ വലിയ കാര്യങ്ങൾ അമ്മ മാതാവും ഈശോയും കൂടെ നിന്ന് നിമിഷങ്ങളിൽ ചെയ്യുന്നത് അനുഭവിക്കുവാനാവും. ഈ അൾത്താരയിൽ വന്ന് 5 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തുവെന്ന്, ലഭിച്ചതിൻ്റെ ഓഹരി നന്നായി കൊടുത്തുവെന്ന്, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങളായി കിട്ടാതിരുന്നതിൻ്റെ ഒരു ബാധ്യത തീർത്ത് കിട്ടിയപ്പോൾ ഇതൊരു വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് തീരുമാനിച്ച് കൊടുത്തുവെന്ന് ഈ അൾത്താരയിൽ ആരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ അവരോരോരുത്തരും ചേർത്ത് പറയും, ഒരിക്കലും ഒരു കുറവുമില്ലാതെ അമ്മ മാതാവും ഈശോയും അതിലും വലിയ അനുഗ്രഹം നൽകി ജീവിതത്തെ ഉയർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന. പ്രിയമുള്ളവരെ, കൊടുക്കുവാൻ ഉടമ്പടിയിലൂടെ നമുക്ക് പഠിക്കാം. കൊടുക്കുന്നതൊന്നും കുറവാകില്ല എന്ന ബോധ്യത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ കൃപയുള്ളതാവട്ടെ, ദൈവസ്നേഹമുള്ളതാവട്ടെ, അമ്മയുടെയും ഈശോയുടെയും തിരുസന്നിധിയിൽ മെറിറ്റുള്ളതാവട്ടെ. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.